ഹിമാലയൻ നദികൾ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. പ്രധാനമായും 3 ഹിമാലയൻ നദികളാണുള്ളത്. അവ നമുക്ക് ബിഗ് എന്ന കോഡിലൂടെ പഠിക്കാം. BIG. ബി ബ്രഹ്മപുത്ര, I ഇൻഡസ് അഥവാ സിന്ധു നദി, G ഗംഗ. ആദ്യത്തെ ഹിമാലയൻ നദിയായ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് നോക്കാം. ബ്രഹ്മപുത്ര നദിയുടെ നീളം 2900 കിലോമീറ്റർ ആണ്. ഇത് ചെമയുങ്തും ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. ഇനി ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ടീസ്ത, സുബൻസിരി, ലോഹിത്, മാനസ്, ദിഹാങ്, ദിബാങ്, കമോ. ഹിമാലയത്തിലെ ചെമയുങ്തും ഹിമാനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൈനയിലൂടെ ഒഴുകി ഇന്ത്യയിൽ വന്ന് നേരെ ബംഗ്ലാദേശിലേക്ക് പോയി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര നദി. രണ്ടാമത്തേത് ഇൻഡസ് അഥവാ സിന്ധു നദി. സിന്ധു നദിയുടെ നീളം 3200 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ബോഗാർച്ചു ഹിമാനിയിൽ നിന്നാണ്. ഒഴുകുന്ന രാജ്യങ്ങളിൽ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ബോഗാർച്ചു ഹിമാനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൈനയിലൂടെ ഇന്ത്യയിലെത്തി പിന്നെ പാകിസ്ഥാനിലേക്ക് പോയി അറബിക്കടലിൽ പതിക്കുന്ന ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ഇനി സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് ഝലം, രവി, ബിയാസ്, സത്ലജ്, ചിനാബ്. അടുത്ത ഹിമാലയൻ നദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. ഗംഗാ നദിയുടെ ഉത്ഭവം ഗംഗോത്രിയിൽ നിന്നാണ്. ഇത് ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ പല സംസ്ഥാനങ്ങളിലൂടെ ഒഴുകിയിട്ട് ബംഗ്ലാദേശിലേക്ക് പോയിട്ട് പിന്നെ ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത്. ഇനി ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന, കോസി, ദാമോദർ, സോൺ, ഗോമതി, ഗന്ദകി, രാംഗംഗ, ഘാഘ്ര.